ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റവ ഉപ്മാവിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അജ്മീയുടെ റോസ്റ്റഡ് റവയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് കുറച്ച് സവോള വേണം, ക്യാരറ്റ് വേണം, കറിവേപ്പില, അതേപോലെ ഇഞ്ചി, പിന്നെ കടുക്, അതേപോലെ ഉഴുന്ന്, നമ്മുടെ ദോശയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഉഴുന്നില്ലേ അത് കുറച്ച്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ പച്ചമുളകാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകോ അല്ലെങ്കിൽ ഉണക്കമുളകോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള റവ നമ്മൾ അളന്നെടുക്കാം. ഞാൻ ഇവിടെ 2.5 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ റവ അളന്ന് വെച്ചിട്ടുള്ളത് ആ ഗ്ലാസ്സിൻ്റെ ഒരു ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ റോസ്റ്റഡ് റവ ആണെങ്കിൽ പോലും ഒന്നുകൂടി വറുത്തെടുത്തിട്ട് അതിൻ്റെ ഒരു നല്ല സ്മെല്ല് വരുന്നവരെ നമുക്ക് അതൊന്ന് ജസ്റ്റ് വറുത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പഴയ വല്ല ചട്ടിയൊക്കെ വെച്ചിട്ട് വറുത്തെടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഏതിലാണോ ഉപ്മാവ് ഉണ്ടാക്കാൻ പോകുന്നത് ആ പാത്രം വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇടാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. അത് ഉഴുന്നിൻ്റെ കളർ കുറച്ചൊന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ബാക്കിയുള്ള നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോളയും അതേപോലെ ഇഞ്ചിയും കറിവേപ്പിലയും ക്യാരറ്റും എല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ പച്ചക്കറികളൊന്ന് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോകരുത്. നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള വെള്ളം, അതായത് ഒരു ഗ്ലാസ് റവയ്ക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്നതാണ് കണക്കായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുത്ത റവയ്ക്ക് അനുസരിച്ച് വെള്ളം അളന്ന് ആദ്യം വയ്ക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് പച്ചക്കറിയൊക്കെ നന്നായി വേണ്ട ശേഷം അതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ആ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും നമുക്ക് വേണമെങ്കിൽ കുറച്ച് കളറിന് വേണ്ടി മഞ്ഞ കളറിൽ വേണം ഉപ്മാവെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർത്ത ശേഷം ഉപ്പ് നമ്മൾ കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ, വെള്ളത്തിൽ കുറച്ച് നമുക്ക് ഉപ്പ് അധികം തോന്നിക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് നമുക്ക് ഉപ്മാവ് കഴിക്കുമ്പോൾ അതിലേക്ക് ഒരു കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം അത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് അളന്ന് വെച്ചിട്ടുള്ള റവ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ചേർക്കുന്ന സമയത്ത് റവ ഇതിലേക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്കത് ചില ഇളക്കാത്ത ഭാഗം വരുമ്പോൾ നമുക്ക് ആ ഭാഗങ്ങളിലൊന്ന് കട്ട പിടിക്കും. അതായത് വെള്ളം കറക്റ്റായിട്ട് അതിൽ സെറ്റാവില്ല. എനിക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കലൊന്ന് നിർത്തിയപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങളത് ഇങ്ങനെ റവ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള വെള്ളമായി കഴിഞ്ഞാൽ സംഭവം സെറ്റായി. അത്രേ ഉള്ളൂ പരിപാടി. ഇനി എനിക്കിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവ മാവ് എപ്പോഴും കുറച്ച് അങ്ങനെ ഒട്ടിയ ടൈപ്പ് റവ മാവാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ വെള്ളം കറക്റ്റാണ്. അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വെള്ളം കറക്റ്റാണ്. ഒരു ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് എന്നുള്ളത്. പക്ഷേ നമ്മൾ കുറച്ച് ഇങ്ങനെ തരിതരിയായിട്ട് അങ്ങനത്തെ റവ മാവാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ അതിനേക്കാൾ കുറച്ച് വേണം ചേർക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റവ മാവ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. മാവിൻ്റെ കൂടെ അച്ചാറോ അല്ലെങ്കിൽ ലിവർ കറിയോ കൂട്ടാം. സൂപ്പറാണ് കേട്ടോ.